ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, അലിയാർ തങ്ങളോട് ഗർഭിണിയായിരിക്കുന്ന സമയത്തതാ പറയുകയാ, അലിയേ ഞാനുണ്ടല്ലോ ഗർഭിണിയാ, എനിക്കതാ റുമ്മാന് പഴമുണ്ടല്ലോ, തരുമോ അലിയേ? അലിയാർ തങ്ങളതാ കടന്നു ചെല്ലുകയാ. അലിയാർ തങ്ങള് ചന്തയിലേക്ക് കടന്നു ചെന്നിട്ട് ഗർഭിണിയായ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിക്ക് പടച്ചവനെ റുമ്മാന് പഴം വാങ്ങുകയാ. വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ പടച്ചവനെ ഒരു യാചകനുണ്ടല്ലോ, അലിയാർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. അലിയാർ തങ്ങളോട് ഒരു യാചകനെന്നെ പ്രിയമുള്ളവരെ കടന്നു വന്നിട്ട് അലിയാർ തങ്ങളോട് പറയുകയാ, വിശക്കുന്നു അലിയേ, ദാരിദ്ര്യമാണ് അലിയേ, താങ്ങാൻ കഴിയുന്നില്ല അലിയേ, ഭക്ഷണം തരുമോ? അലിയാർ തങ്ങൾ പറയുകയാ, എന്റെ കയ്യിലിരിക്കുന്ന റുമ്മാനുണ്ടല്ലോ, ഇതെന്റെ ഭാര്യയ്ക്കാ, പ്രിയതമയ്ക്കാ. അലിയാർ തങ്ങൾ പറയുമ്പോ അലിയാർ തങ്ങളോട് യാചകനതാ പറയുകയാ, കയ്യിലിരിക്കുന്ന റുമ്മാന് പഴമുണ്ടല്ലോ, എനിക്ക് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ, കഴിക്കാൻ തന്നു കഴിഞ്ഞാൽ 10 ഇരട്ടി പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാ. അലിയാർ തങ്ങളതാ കയ്യിലിരിക്കുന്ന റുമ്മാന് പഴമന്റെ പ്രിയമുള്ളവര് കൊടുക്കുകയാ. പടച്ചവരെ, അദ്ദേഹം അതാ പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാ എനിക്ക് റുമ്മാന് പഴം തന്നതിന് പകരമായിട്ട് 10 ഇരട്ടി പ്രതിഫലമുണ്ടല്ലോ, കൊടുക്കണേ അല്ലോ, കൊടുക്കണേ അല്ലോ. അലിയാർ തങ്ങള് കടന്നു വരികയാ. അലിയാർ തങ്ങള് വീടിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരുമ്പോ അലിയാർ തങ്ങളുടെ വീടിന്റെ മുമ്പില് പടച്ചവര് റുമ്മാന് പഴങ്ങളുണ്ടല്ലോ, കൊന്നുകൂടി കിടക്കുകയാ. അലിയാർ തങ്ങള് ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയോട് ചോദിക്കുകയാ, ഇതെവിടെന്നാണ് ഫാത്തിമ? ഈ കാണുന്ന പഴങ്ങളുണ്ടല്ലോ, എവിടെന്നാണ് ഫാത്തിമ? അലിയാർ തങ്ങളോട് ഫാത്തിമയതാ പറയുകയാ, അറിയൂ അലിയേ, നിങ്ങൾ കൊണ്ടുവന്നതാണോ അലിയേ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ അലിയാർ തങ്ങൾക്ക് മനസ്സിലായി. അലിയാർ തങ്ങൾക്ക് മനസ്സിലായി, ഞാനതാ ഒരു പാവപ്പെട്ടവനെ സഹായിച്ചപ്പോ, അൽഹംദുലില്ലാഹ്, ഒരു നന്മ ചെയ്തപ്പോ, ഒരു സദഖ കൊടുത്തപ്പോ അതിന്റെ ഇരട്ടി 10ആയിട്ട് അല്ല തന്നതാണല്ലോ എന്നതാ ഒരു ചരിത്രമതാ പറയുമ്പോ, നന്മകൾ അധികരിപ്പിക്കുന്നവര്, തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവര്, നിങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം